പ്രിയ വിദ്യാർത്ഥികളെ, ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സബ്സിഡിയറി ബുക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ സബ്സിഡിയറി ബുക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സബ്സിഡിയറി ബുക്ക്, ഏതൊക്കെയാണ് അതിൽ വരുന്നത്, എന്താണ് സബ്സിഡിയറി ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാഷ് ബുക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ സംസാരിച്ചത്. അതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ടൈപ്പായ പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ എന്നൊക്കെ പറയും നമ്മുടെ ഈ ബുക്കിനെ. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള ബുക്കുകളുണ്ട്. ക്യാഷ് ബുക്ക് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്: സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. ആദ്യത്തെ 2 ക്യാഷ് ബുക്കുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മളതിൻ്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് ഹോംവർക്കുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന ഹോംവർക്കുകളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഞാൻ തരാത്ത ക്വസ്റ്റ്യൻസുകൾ കണ്ടെത്തിക്കൊണ്ട് അത് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. അത്തരത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ മാസ്റ്റർ ആവാൻ സാധിക്കുകയുള്ളൂ, ഇതിൽ സ്കില്ല് നേടാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ക്ലാസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ലൈവ് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതും ഞാൻ അതിന് മറുപടി നൽകുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ രീതിയിലുള്ള പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഡയറക്റ്റായിട്ട് പോകാം. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് നിങ്ങൾ പേരിൽ തന്നെ അറിയാം. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാഷ് ബുക്കാണ്. പെറ്റി എമൗണ്ട് ഓഫ് ക്യാഷ് ആണ്. അതുകൊണ്ടാണ് പെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആണ് അതിനർത്ഥം. ഇൻ എവറി ഓർഗനൈസേഷൻ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ്സ് സച്ച് ആസ് കൺവീനിയൻസ്, കാർട്ടേജ്, പോസ്റ്റേജ് ആർ മെയ്ഡ്. ദർ ആർ ജനറലി റിപ്പീറ്റേറ്റീവ് ഇൻ നാച്ചർ. അതായത് ഒരു വലിയൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തിലും ഒരുപാട് തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള എന്താ പറയണ്ടേ സ്മോൾ പേയ്മെൻറ്റ് ഉണ്ടാവും. ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ്, ഒരുപാട് നമ്പർ സ്മോൾ പേയ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ ഈ സ്മോൾ പേയ്മെൻ്റ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന മെയിൻ ക്യാഷ് ബുക്കിലേക്ക്, അതായത് നമ്മളുടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്കോ ഈ ചെറിയ എമൗണ്ടുകൾ കൊടുക്കുന്ന ലാർജ് നമ്പർ ഓഫ് പേയ്മെൻറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക്, അത് സിംഗിൾ കോളം ആണെങ്കിലും ഡബിൾ കോളം ആണെങ്കിലും അത് വലിയ ലെങ്ത് ഉള്ളതായി തീരും. അങ്ങനെ വലിയ ലെങ്ത് ഉള്ളതായി തീരുമ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുവാനോ കണ്ടെത്തുവാനോ പറ്റുകയില്ല. അപ്പോൾ ചിലപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വലിയ എമൗണ്ടുകൾ എഴുതിയ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യാൻ നമ്മൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. കാരണം ഒരുപാട് തരത്തിലുള്ള സ്മോൾ പേയ്മെൻറ്റ് അതിലുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബുക്ക് പ്രത്യേകമായിട്ട് ഈ തരത്തിലുള്ള സ്മോൾ പേയ്മെൻറ്റുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാഷ് ബുക്ക് കീപ്പ് ചെയ്യുന്നത്. ദാറ്റ് ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. ദാറ്റ് ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്യാഷ് ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ദ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ്സ്. ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ്. കാരണം ഇത് റിപ്പീറ്റേറ്റീവ് നാച്ചുറുള്ള ഒരു സ്വഭാവമുള്ള പേയ്മെൻറ്റ്സ് ആണ്. ഈ ചെറിയ ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ ഒരുപാട് നമ്പർ ഉണ്ടാകും, പക്ഷേ ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും, ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ മെയിൻ ക്യാഷ് ബുക്കിൽ എഴുതാൻ നമുക്ക് പറ്റുകയില്ല. എഴുതിയാൽ തന്നെ അത് വഴി ലെങ്തി ആവും. അപ്പോൾ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആ ഒരു ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ദാറ്റ് ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ ഇൻ സിംപ്ലി പെറ്റി ക്യാഷ് ബുക്ക് ഇറ്റ്സ് എ വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ് ലൈക്ക് കൺവെയൻസ്, കാർട്ടേജ്, പോസ്റ്റേജ്, ഈ പറയുന്ന രീതിയിലുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ എഴുതുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുന്നതും കീപ്പ് ചെയ്യുന്നതും. If all these payments are handled by a main cashier and are recorded in the cash book, the cashier may be overburdened and the cash book may become a very bulky. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സ്മോൾ പേയ്മെൻറ്റും നമ്മുടെ മെയിൻ ക്യാഷ് ബുക്കിൽ എഴുതിയ അത് ഈ പറഞ്ഞ മെയിൻ ക്യാഷിയറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓവർ ബേർഡനാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓവർ ബേർഡനാണ്. അതുമാത്രമല്ല, ഓവർ ബേർഡൻ ആവുന്ന കാര്യം മാത്രമല്ല അതിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ ക്യാഷ് ബുക്ക് വലിയ വൾക്കിയായിട്ട് അല്ലെങ്കിൽ വെരി ലെങ്തി ആവും. അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും.
അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലാർജ് ഓർഗനൈസേഷനിൽ നോർമലി ഒരു സ്മോൾ ക്യാഷ് ബുക്ക് കീപ്പ് ചെയ്യും. ദാറ്റ് ക്യാഷ് ബുക്ക് ഇസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. സ്മോൾ ക്യാഷ് ബുക്ക് എന്ന് പറയാൻ കാരണം അത് വലിപ്പത്തിൽ സ്മോൾ അല്ല, അതിൽ കാണിക്കുന്ന എമൗണ്ട് ആണ് സ്മോൾ എന്ന് പറയുന്നത്, ചെറുത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാഷറെ തന്നെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അതായത് മെയിൻ ക്യാഷറെ കൂടാതെ ആ മെയിൻ ക്യാഷറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്മോൾ പേയ്മെൻറ്റുകളൊക്കെ ഈ പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു ക്യാഷറെ കൂടി അപ്പോയിൻറ്റ് ചെയ്യും. ദാറ്റ് ക്യാഷർ ഈസ് കോൾഡ് പെറ്റി ക്യാഷർ. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ പെറ്റി ക്യാഷർ എന്ന് പറയുന്നത്. അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ റെക്കോർഡ് കീപ്പ് ചെയ്യും. സച്ച് ക്യാഷ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ പെറ്റി ക്യാഷർ ഈസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. അതുകൊണ്ട് തന്നെ പെറ്റി ക്യാഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കിനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ എ പെറ്റി ക്യാഷർ ഈസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. ദിസ് ക്യാഷ് ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ദ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ടേമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം ഡെഫിനിറ്റ് സം ഓഫ് say ₹2000 is given to the petty cashier at the beginning of a certain period. This amount is called impressed amount. The petty cashier goes on making all small payment out of this impressed amount, and when he was spending the substantial portion of the impressed amount, say ₹1,780, he got a reimbursement of the amount spent from head cashier. Thus again he has full impressed amount in the beginning of the next period. അപ്പോൾ ഈ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ മെയിൻ ക്യാഷറെ ഹെൽപ്പ് ചെയ്യാൻ പെറ്റി ക്യാഷറെ നമ്മൾ നിയമിക്കുന്നു പറഞ്ഞു. ആ പെറ്റി ക്യാഷർക്ക് ഓരോ മാസവും ആദ്യം തന്നെ ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കും. ആ അഡ്വാൻസ് എമൗണ്ടിനെയാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിളിൽ 2000 രൂപയാണ് പറയുന്നത്. ഒരു മാസം ആദ്യം തന്നെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു 2000 രൂപ കൊടുത്തു. ഈ 2000 രൂപ ആദ്യം തന്നെ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. അങ്ങനെ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ആദ്യം തന്നെ കൊടുക്കുന്ന അഡ്വാൻസ് എമൗണ്ടിനെ ഇംപ്രസ്ഡ് എമൗണ്ട് എന്നും ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. അതിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ 2000 രൂപയാണ് ആദ്യം മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് കൊടുക്കുന്നത്. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് എമൗണ്ട്. ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇനി പെറ്റി ക്യാഷർ അവരുടെ സ്മോൾ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നത് ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാകുമ്പോൾ 1750 രൂപ അദ്ദേഹം സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. 1750 രൂപ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ബാക്കിയുള്ള എമൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും. ആ എമൗണ്ടിൻ്റെ കൂടെ വീണ്ടും നമ്മൾ എത്ര കൊടുക്കും? അതായത് ഓരോ മാസം നമ്മൾ ആദ്യം 2000 രൂപ ഫിക്സ് ചെയ്ത ആദ്യത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം 2000 രൂപ കൊടുത്തു. അതിൽ നിന്ന് ചിലവായി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1500 ഈ എമൗണ്ട് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഒരു 1500 ചിലവായി. 1500 ചിലവായി, ബാക്കി അവിടെ 500 ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മാസം വരുമ്പോൾ വീണ്ടും എത്ര കൊടുക്കണം? 2000 കൊടുക്കണ്ട, 500 അവിടെ നേരത്തെ മാസത്തിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും 1500 കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഓരോ മാസത്തിലും ഒരു ഫിക്സ്ഡ് ചെയ്യും. അത് ഫിക്സ് ചെയ്ത എമൗണ്ട് ഓരോ മാസം തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസും കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നമ്മളിപ്പോൾ ജനുവരി മാസത്തിൽ 2000 രൂപ ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ കൊടുത്തു. അങ്ങനെ 2000 രൂപയിൽ 1500 രൂപ ആ മാസത്തിൽ ജനുവരി മാസത്തിൽ ഈ പറയുന്ന സ്മോൾ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്ത് തീർന്നു. ബാക്കി 500 രൂപ ബാലൻസ് ഉണ്ട്. ഇനി ഫെബ്രുവരി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 500 രൂപ പെറ്റി ക്യാഷറുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും 2000 ആകണമെങ്കിൽ മെയിൻ ക്യാഷർ എത്ര കൊടുക്കണം? 2000 കൊടുക്കേണ്ട, 500 അവിടെ ബാലൻസ് ഉണ്ടായതുകൊണ്ട് 1500 വീണ്ടും കൊടുക്കും. അപ്പോൾ ആ ഫെബ്രുവരി മാസം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വീണ്ടും എത്രയായി? 2000 രൂപയായി. ഒരു ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിന് 1000 രൂപ മാത്രമേ പെറ്റി ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഫെബ്രുവരി മാസം അവസാനം പെറ്റി ക്യാഷറുടെ കയ്യിൽ 1000 രൂപയുണ്ട്. അപ്പോൾ മാർച്ച് മാസം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1000 ഉണ്ട്. പിന്നെ വീണ്ടും മെയിൻ ക്യാഷർ വീണ്ടും 2000 ആകണം, എത്ര കൊടുക്കണം? 1000 കൂടി കൊടുക്കും. അപ്പോൾ 2000 വീണ്ടുമായി. ഓക്കെ, അപ്പോൾ അത് തന്നെ ആ സിസ്റ്റത്തിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്?
നമ്മൾ നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് സേവിങ് ഓഫ് ടൈം ആൻഡ് ഇഫേർട്ട് ഓഫ് ചീഫ് ക്യാഷർ. മെയിൻ ക്യാഷറുടെ ടൈമും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇഫേർട്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ചെറിയ പേയ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ വലിയ പേയ്മെൻറ്റിൽ മുകളിൽ അയാൾ കൊടുക്കേണ്ട അറ്റൻഷൻ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ബിസിനസ്സിനെ വിപരീതമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ടൈമും അതുപോലെ തന്നെ ഇഫേർട്ടും സേവ് ചെയ്യാനും വേണ്ടി പറ്റും. ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റിൽ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ഉണ്ട്. ഡിസ്ബേഴ്സ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ഇഫക്റ്റീവായിട്ട് ഒരു കൺട്രോൾ ഉണ്ടാവും. കാരണം സെപ്പറേറ്റ് ആയിട്ട് മെയിൻ ക്യാഷർ സ്മോൾ പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാവും ഈ ഒരു പറയുന്ന ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റിൽ. കൺവീനിയൻറ്റ് റെക്കോർഡിംഗ്, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാഷ് ബുക്കിൽ മെയിനായ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, അതായത് ഹ്യൂജ് എമൗണ്ട് ഒക്കെ കാണിക്കാം. പെറ്റി അല്ലെങ്കിൽ സ്മോൾ പേയ്മെൻ്റ് ഒക്കെ നമ്മുടെ പെറ്റി ക്യാഷ് ബുക്കിൽ കാണിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഒരു കൺവീനിയൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, അതിലൊരു പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ലൈവ് ചാറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈയും നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇതൊക്കെ നമ്മൾക്ക് ഈസിയുള്ള കാര്യമാണ്. ഇനി പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് സാധാരണ ക്യാഷ് ബുക്ക് രീതിയിലല്ല നമ്മൾ വരയ്ക്കുക. സാധാരണ ക്യാഷ് ബുക്ക് രീതിയിലും റിസീപ്റ്റും പേയ്മെൻറ്റും ആയിട്ടും വരയ്ക്കാം. പക്ഷെ അങ്ങനെയല്ല സാധാരണ നമ്മളൊരു അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരമാണ് പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കാറ്. സാധാരണ സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ക്യാഷ് ബുക്ക് വരയ്ക്കുന്നില്ല, ഡെബിറ്റ് സൈഡ്, റിസീപ്റ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡ്. അത് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക്. അതല്ല നമ്മളോട് ചോദിക്കുക. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മളോട് ചോദിക്കുക. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെയുണ്ട്. ആ ഫോർമാറ്റ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആ ക്വസ്റ്റ്യൻ്റെ ഭാഗം. ഇതൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ റിസീപ്റ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല കാണിക്കുക. ആദ്യം ഹെഡിങ് കൊടുക്കും പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ ആദ്യത്തെ കോളം എമൗണ്ട് റിസീവ്ഡ്, പിന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ വൗച്ചർ നമ്പർ, പിന്നെ എമൗണ്ട് പെയ്ഡ് നമ്മൾ എത്രയാണ് എമൗണ്ട് റിസീവ് ചെയ്തെന്നൊക്കെ ഇവിടെ, അതായത് ഇവിടെ ഓരോ മാസത്തിലും പിന്നെ മെയിൻ ക്യാഷറിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടാണ് കാണിക്കുക. ഡേറ്റ് കാണിക്കും. ഇനി ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇനി എമൗണ്ട് പെയ്ഡ്, നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടാണ് ഓരോ ഡേറ്റിലും കാണിക്കുക ഇവിടെ. എന്നിട്ട് നമ്മൾ ഓരോ പേയ്മെൻറ്റിനും ഓരോ കോളം കൊടുക്കും. ഈ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ ഇതിൽ വരും. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ ഈ കോളത്തിലാണ് കാണിക്കുക. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യാത്രാക്കൂലി അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഇതിലാണ് കാണിക്കുക. പിന്നെ റിഫ്രഷ്മെൻറ്റ് പർപ്പസിന് നമ്മൾ എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച എമൗണ്ട് ഒക്കെ ഈ കോളത്തിൽ കാണിക്കും. പിന്നെ സ്റ്റേഷനറി നമ്മൾ ബുക്സ്, പെൻസ്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിയാൻ വേണ്ടി ചിലവാക്കിയതൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ഇവിടെയുള്ള കോളത്തിൻ്റെ എണ്ണം കൂടും. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ അനുസരിച്ച് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഈ രീതിയിൽ കോളങ്ങൾ വരയ്ക്കണം. എല്ലാത്തിനും കോളം വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ മെയിനായ ഐറ്റം, ഒരു ഐറ്റം തന്നെ 2-3 പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു കോളം കൊടുക്കുക. അപ്പോൾ അങ്ങനെ മെയിനായ ഐറ്റത്തിനൊക്കെ നിങ്ങളിങ്ങനെ കോളം കൊടുക്കണം. കോളം കൊടുത്തിട്ട് പിന്നെ അവസാനം മിസ്ലീനിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുക്കുക. ഇതിലൊന്നും പെടാത്ത ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം. അപ്പോൾ സാധാരണ ഇതിൽ ഒരു 5 കോളങ്ങളൊക്കെയാണ് വരിക. അതിന് സാധാരണ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം വരും. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രാക്കൂലി, കാരേജ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ബസ് ഫെയർ, അതൊക്കെ ഇതിലാണ് വരിക. പിന്നെ റിഫ്രഷ്മെൻറ്റ്, നമ്മൾ ടീ, സ്നാക്സ്, ഈ പറയുന്ന രീതിയിൽ റിഫ്രഷ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും എമൗണ്ട് ആക്കി അത് കാണിക്കും. പിന്നെ സ്റ്റേഷനറി, നമ്മൾ ബുക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റേഷനറി എമൗണ്ട് ഒക്കെ ഇതിൽ കാണിക്കും. ഇതിലൊന്നും പെടാത്ത, ഈ 4ലും പെടാത്തത് നമുക്ക് മിസ്ലീനിയസ് ആയിട്ട് അതിലും കാണിക്കാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് കോളങ്ങൾ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ 4 കോളങ്ങൾ ഈ വരുന്ന കാറ്റഗറി അതിലുണ്ടെങ്കിൽ ആക്കുക. അവസാനം മിസ്ലീനിയസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ നോക്കുക, ഇത് ഫോർമാറ്റ് ഇത് അനലിറ്റിക്കൽ ഫോം ഓഫ് പെറ്റി ക്യാഷ് ബുക്കാണ്. ഇങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, എമൗണ്ട് പെയ്ഡ്, പിന്നെ ഓരോന്നിനും ഓരോ കോളം, അവസാനം മിസ്ലീനിയസ്, ഇതിലൊന്നും പെടാത്തത് മിസ്ലീനിയസ്. ഈ രീതിയിൽ നിങ്ങൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് പഠിച്ചോളുക. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ മാറ്റുവാനും പഠിക്കണം. ഓരോന്നിനും ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം റിസീവ് ചെയ്ത എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, എമൗണ്ട് പെയ്ഡ്, പിന്നെ നമ്മൾ ഓരോ ഐറ്റത്തിന് ഓരോ കോളം, അതിലൊന്നും പെടാത്തതിൽ മിസ്ലീനിയസിൽ പെടുത്താം. ഓക്കെ, ഇതാണ് ആ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള
ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നത് നോക്കാം. മിസ്റ്റർ മോഹിത്, ദ പെറ്റി ക്യാഷർ ഓഫ് മിസിസ് സമേര traders received rupees 2000 on May 1st 2017 from the head cashier. For the month, details of petty expense are listed here under. മിസ്റ്റർ മോഹിത് എന്ന് പറഞ്ഞാണ് പെറ്റി ക്യാഷർ, അതായത് സമീറ ട്രേഡേഴ്സിൻ്റെ പെറ്റി ക്യാഷർ മോഹിത്താണ്. അദ്ദേഹത്തിന് മെയ് 1 2000 രൂപ പെറ്റി ക്യാഷ് ആയിട്ട് ലഭിക്കുന്നു, അതായത് ഇംപ്രസ്ഡ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നു. 2017 എവിടെ നിന്നാണ്? ഹെഡ് ക്യാഷറിൽ നിന്ന് 2000 രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏത് മന്തിൽ? മെയ് 1 2000 രൂപ മോഹിത്താണ് ഇവിടെ പെറ്റി ക്യാഷർ. മനസ്സിലായോ? പെറ്റി ക്യാഷർ മോഹിത്ത്, അദ്ദേഹത്തിന് ഹെഡ് ക്യാഷറിൽ നിന്ന് 2000 രൂപ ലഭിക്കുന്നു മെയ് 1. ഇനി ആ മാസത്തിൽ തരുന്ന പെറ്റി എക്സ്പെൻസ് ആണ് നമ്മളോട് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2000 രൂപ ഇംപ്രസ്ഡ് എമൗണ്ട് ആണ്. ഇനി അദ്ദേഹം ആ എമൗണ്ടിൽ നിന്നാണ് ഈ പറഞ്ഞ പെറ്റി പേയ്മെൻ്റ് ഒക്കെ എക്സ്പെൻസ് ഒക്കെ പേ ചെയ്യണം. എന്തൊക്കെയാണ്? മെയ് 2 ഓട്ടോ ഫെയർ 55 രൂപ ഓട്ടോ ഫെയർ. അത് ഏതിൽ വരും? നമുക്ക് കൺവെയൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുത്താം. മെയ് 3 കൊറിയർ സർവീസാണ് നമുക്ക് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിൽ പെടുത്താം. കൊറിയർ സർവീസ്, അതുപോലെ തന്നെ പോസ്റ്റൽ സ്റ്റാമ്പേഴ്സ്, അതൊക്കെ അതിൽ പെടുത്താം. 105 രൂപ പോസ്റ്റൽ സ്റ്റാമ്പാണ്. 4 പോസ്റ്റൽ സ്റ്റാമ്പിന് 105 രൂപ. 5 പേപ്പർ ആൻഡ് പെൻസിൽ എന്ന് പറഞ്ഞൊരു 225, അത് നമുക്ക് സ്റ്റേഷനറിയിൽ പെടുത്താം. പേപ്പർ ആൻഡ് പെൻസിൽ 225. സ്പീഡ് പോസ്റ്റ് ചാർജസ്, അത് പോസ്റ്റേജ് ആൻഡ് ചാർജസിൽ നമുക്ക് പെടുത്താം. 98 രൂപ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ടാക്സി ഫെയർ നമുക്ക് എന്തിൽ പെടുത്താം? കൺവെയൻസിൽ പെടുത്താം. ടാക്സി ഫെയർ കൺവെയൻസിൽ പെടുത്താം. അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റിന് 85 രൂപയുണ്ട്, നമുക്ക് റിഫ്രഷ്മെൻറ്റ് പറഞ്ഞൊരു കോളം ഉണ്ട്. പിന്നെ ഓട്ടോ ഫെയർ നമ്മളെ കൺവെയൻസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സി ഫെയർ പോലെ തന്നെ 60 രൂപയാണ് ഓട്ടോ ഫെയർ, അത് അതിൽ പെടുത്താം. പിന്നെ ടെലിഗ്രാം, അത് നമ്മൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിൽ നമുക്ക് 34 രൂപ പെടുത്താം. പിന്നെ കാർട്ടേജ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ കാണിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കമ്പ്യൂട്ടർ സ്റ്റേഷനറി, നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ട് കാണിക്കാം. ബസ് ഫെയർ നേരത്തെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് കാണിക്കേണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് ചാർജസ് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് കാണിക്കാം. പിന്നെ കൊറിയർ സർവീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഐറ്റംസ് ഏതിലാണ് കാണിക്കുന്നതിന് സംശയം ഉണ്ടായാലും അല്ലെങ്കിൽ മിസ്ലീനിയസിൽ അങ്ങ് കാണിച്ചാൽ മതി പരീക്ഷയ്ക്ക്, മനസ്സിലായല്ലോ? അത് ആ രീതിയിൽ കാണിച്ചാൽ മതി. കൊറിയർ സർവീസ് നമുക്ക് കൺവെയൻസിൽ കാണിക്കാം. അൺലോഡിംഗ് ചാർജസ് അതിൽ കാണിക്കാം. ബസ് ഫെയർ, ഇത്ര ഐറ്റംസ് ആണ്. ഈ പറയുന്ന 30 വരെ നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് സ്മോൾ പേയ്മെൻ്റ് ആയിട്ടുള്ളത്. ഈ ഐറ്റംസ് നമുക്ക് ഈ 2000 രൂപയാണ് ആദ്യം കിട്ടിയത്, മോഹിത്തിന് കിട്ടിയത്. മോഹിത്ത് ഈ ഓരോ ഐറ്റംസ് കൊടുത്തിട്ട് ബാക്കി എത്രയാണുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഐറ്റംസ്. ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഈ ക്വസ്റ്റ്യൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആ സമയത്ത് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ, ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കിയാൽ നമുക്ക് ഈസിയാവും, കാര്യങ്ങൾ ഈസിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ്. ഫോർമാറ്റ് ഒന്നുകൂടി നിങ്ങൾ നോക്കുക, ഫോർമാറ്റ് ഒന്നുകൂടി വിശദമായിട്ട് നോക്കുക. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ കിട്ടിയ എന്താ? 2000 രൂപയാണ് മോഹിത്തിന് കിട്ടിയത്. പെറ്റി ക്യാഷർ മോഹിത്താണ്. അപ്പോൾ എമൗണ്ട് റിസീവ്ഡിൽ എത്ര വരും? 2000 രൂപയാണ് എമൗണ്ട് റിസീവ് ആയിട്ട്. ഈ എമൗണ്ട് റിസീവിൽ ആദ്യത്തെ ഒരു മാസം ഈ എമൗണ്ട് റിസീവിൽ ആദ്യം കിട്ടുന്ന എമൗണ്ട് ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണ് കിട്ടിയത്? 1/5/2017 ഡേറ്റ്. എത്ര? ക്യാഷ് റിസീവ്ഡ് എന്ന് പർട്ടിക്കുലേഴ്സിൽ നമ്മൾ ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് അത് ഇവിടെ കാണിക്കുക എമൗണ്ട് റിസീവ്ഡ്, ഇവിടെയാണ് വരിക. അത് ആദ്യം തന്നെ ആദ്യത്തെ 5ാമത്തെ മാസം ആദ്യത്തെ ദിവസം 2000 രൂപ ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം ഇംപ്രസ്ഡ് എമൗണ്ട് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടി 2000 രൂപ. അത് നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, ഇനി 2/5 എന്താ സംഭവിച്ചത്? 2/5 ഓട്ടോ ഫെയർ ആണ് കൊടുത്തത്. ഓട്ടോ ഫെയർ. അപ്പോൾ ഓട്ടോ ഫെയർ പർട്ടിക്കുലേഴ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, പർട്ടിക്കുലേഴ്സിൽ. പിന്നീട് റിസീവ് ആണെങ്കിൽ റിസീവ്ഡ് എമൗണ്ടിലും, പേയ്മെന്റ് ആണെങ്കിൽ പേയ്മെന്റ് എമൗണ്ട് പെയ്ഡിലും കാണിക്കും. പിന്നെ അത് ആ ഐറ്റത്തിലും ഏത് ഐറ്റമാണ് അതിൽ കാണിക്കും. നമുക്ക് നോക്കാം. ഓട്ടോ ഫെയർ പേയ്മെന്റ് ആണ്, എമൗണ്ട് പെയ്ഡ് ആണ്, റിസീവ്ഡ് അല്ല. അതുകൊണ്ട് എമൗണ്ട് പെയ്ഡ് 55 രൂപയാണ് ഓട്ടോ ഫെയർ കൊടുത്തത്. അത് നമ്മൾ പെയ്ഡിൽ കാണിച്ചു. ഇനി അത് ഏതിൽ പെടുത്താം? നമുക്ക് കൺവെയൻസിൽ പെടുത്താം. ഞാൻ പറഞ്ഞു യാത്രാക്കൂലിയൊക്കെ കൺവെയൻസിലാണ് വരിക. ക്യാരേജ്, യാത്രാക്കൂലി ഇതൊക്കെ കൺവെയൻസിലാണ് വരിക. അതുകൊണ്ട് കൺവെയൻസിൽ നമ്മളത് പെടുത്തി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഐറ്റം ഏതാ? 4/5 പോസ്റ്റൽ സ്റ്റാമ്പ്. അടുത്ത ഐറ്റം പോസ്റ്റൽ സ്റ്റാമ്പാണ്. അത് പേയ്മെന്റ് ആണ്. പേയ്മെന്റിൽ 105 രൂപ. എല്ലാ പേയ്മെന്റിന്റെ എല്ലാ എമൗണ്ടും നമ്മൾ ആദ്യം ഈ എമൗണ്ട് പെയ്ഡിൽ കാണിക്കണം. പിന്നീടാണ് നമ്മൾ അത് ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ടുള്ള അതിന്റെ കോളത്തിൽ കാണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ.
അപ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പ് 105 രൂപ കാണിച്ചു. അത് ഏതിലെ വരിക? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞു പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിലാണ് വരിക. 105 അവിടെ കാണിച്ചു. അടുത്തത് 5/5/2017 പേപ്പർ ആൻഡ് പെൻസിൽ പേയ്മെന്റ് ആണ് 220 രൂപ എമൗണ്ട് പെയ്ഡിൽ വന്നു. പിന്നെ എവിടെ വരും? നിങ്ങൾ പറ. പേപ്പർ ആൻഡ് പെൻസിൽ എവിടെ വരും? ഏതായിരിക്കും അത്? സ്റ്റേഷനറിയിൽ വന്നു. അങ്ങനെ സ്റ്റേഷനറിയിലും കാണിച്ചു. അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റേഷനറിയിൽ കാണിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? 6-ാം തീയതി സ്പീഡ് പോസ്റ്റ് ആണ്. സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം അത് പേയ്മെന്റ് ആണ്. പേയ്മെന്റിൽ എമൗണ്ട് പെയ്ഡിൽ 98 രൂപ വന്നു. പിന്നീട് എവിടെ കാണിക്കും? നമ്മൾ ഏത് കുളത്തിലാണ് വരിക? അത് ഇതിൽ ഏത് കുളം? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. അതിൽ കാണിച്ചു നമ്മളത്. ഓക്കെ, അവിടെ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അടുത്ത 8-ാം തീയതി ടാക്സി ഫെയർ. അപ്പോൾ എമൗണ്ട് പെയ്ഡിൽ ആ എമൗണ്ട് വരും 195 രൂപ. എന്നിട്ട് ഏതിൽ വരും? കൺവെൻസിൽ വരും. ടാക്സി പെയ്ഡ് കൺവെൻസിൽ വരും. അടുത്തത് റിഫ്രഷ്മെന്റ്. എമൗണ്ട് പെയ്ഡിൽ ആ എമൗണ്ട് വരും. പിന്നെ റിഫ്രഷ്മെന്റിന് സെപ്പറേറ്റ് കോളം ഉണ്ട്, അവിടെ കാണിക്കും നമ്മളത്. ഓക്കെ. പിന്നീട് നമ്മൾ വരുന്നത് 10/5/2017 ഏതാ ട്രാൻസാക്ഷൻ വരുന്നത്? ഓട്ടോ ഫയർ. വീണ്ടും ഓട്ടോ ഫയർ വന്നു. ഇത് ഏതാ വരിക? ഞാൻ എമൗണ്ട് പറയുന്നതിന് മുമ്പേ ഇത് ഏത് കോളത്തിൽ വരും? പറഞ്ഞോളൂ. ഏത് കോളത്തിലാണ് വരിക? ഏതിലാണ്? കൺവെൻസിലാണ് വരിക. കൺവെൻസിൽ. അപ്പം നമ്മുടെ എമൗണ്ട് പെയ്ഡിൽ എല്ലാ എമൗണ്ടും ആദ്യം എമൗണ്ട് പെയ്ഡിൽ കാണിക്കണം, കാരണം ഇതൊക്കെ പേയ്മെന്റ് ആണ്. പിന്നീട് അത് അതിൻ്റെ സെപ്പറേറ്റ് കോളത്തിൽ കാണിക്കുക. കൺവെൻസിൽ കാണിച്ചു. 13-ാം തീയതി ടെലിഗ്രാം. എമൗണ്ട് പെയ്ഡ് 34 ടെലിഗ്രാം കൊടുത്തു. എവിടെ വരും? ഇവിടെ തന്നെയുണ്ട് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, അവിടെ തന്നെ കാണിച്ചു. പിന്നെ കാർട്ടേജ് നോക്കാം. എത്ര എമൗണ്ട്? 25. എവിടെ വരും? അത് മിസ്ലീനിയസ് ആണ്. കാർട്ടേജ് മിസ്ലീനിയസ്, കാരണം നമുക്ക് ഇതിലൊന്നിലും പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് കാർട്ടേജ് മിസ്ലീനിയസിലാണ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സ്റ്റേഷനറി. 165 രൂപ വരുന്നു. എവിടെ വരും? സ്റ്റേഷനറി. ഇതിൽ തന്നെയുണ്ട് സ്റ്റേഷനറി. കമ്പ്യൂട്ടർ സ്റ്റേഷനറി 165 രൂപ സ്റ്റേഷനറിയിൽ വന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അടുത്തത് ബസ് ഫെയർ 24. എവിടെ വരും? നേരത്തെ പറഞ്ഞാണ് കൺവെൻസിൽ വന്നു. പിന്നെ 23-ാം തീയതി ഫോട്ടോസ്റ്റാറ്റ്. എവിടെ വരും? അത് നമ്മുടെ സ്റ്റേഷനറിയിൽ മിസ്ലീനിയസിൽ വരും. സ്റ്റേഷനറിയില്ല, മിസ്ലീനിയസിൽ വരും. സ്റ്റേഷനറിയിൽ വരില്ല, വാങ്ങിയതല്ല, ഫോട്ടോസ്റ്റാറ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ മിസ്ലീനിയസിൽ വരും. പിന്നെ കൊറിയർ സർവീസ് എവിടെ വരും? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. കൊറിയർ എല്ലാം പോസ്റ്റേജും ടെലിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിൽ വരും കൊറിയർ സർവീസ്. അടുത്തായിട്ട് അൺലോഡിംഗ് ചാർജസ്. എത്ര രൂപ? 40 രൂപ. എവിടെ വരും? മിസ്ലീനിയസിൽ വരും. അൺലോഡിംഗ് ചാർജസ് ആണ്. ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അൺലോഡ് ചെയ്യുമ്പോഴുള്ള ചാർജസ് അത് മിസ്ലീനിയസിലെ വരിക. ഓക്കെ. ഇനി ബസ് ഫെയർ 15 രൂപ വന്നു. എവിടെ വരും? കൺവീനിയൻസിൽ വന്നു. ഇനി ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് 30-ാം തീയതി വരെ ഉള്ളത്. അതിനുശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മൾ കാണിച്ചു ഓരോ ഐറ്റംസും. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ നോക്കുക. ക്യാഷ് ആദ്യം തന്നെ എഴുതി. ക്യാഷ് റിസീവ്ഡ് ഇവിടെയാണ് കാണിച്ചത്, ഇവിടെയല്ല. ഇവിടെ ഒരിക്കലും വരില്ല. അത് റിസീവ്ഡ് ഇവിടെ വരിക. പേയ്മെന്റ് എല്ലാ എമൗണ്ട് ഇവിടെ വരും. എന്നിട്ട് ആ സെപ്പറേറ്റ് കോളത്തിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി നോക്കുക. വേഗം ആ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കൂ. അതിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നോക്കൂ. ഇപ്പോൾ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ അതെങ്ങനെയാണ് ഓരോ കോളത്തിലും വരുന്നതെന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വര വരച്ചു. എന്നിട്ട് ഈ ഓരോ കോളവും നമ്മൾ ബാലൻസ് ഇത് നോക്കണം എത്രയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഇത് മൊത്തം നമ്മൾ കൂട്ടി നോക്കി 1213 രൂപ വരുന്നത്. ഇത് മൊത്തം കൂട്ടുമ്പോൾ 1213 രൂപ വരുന്നത്. ഇത് മൊത്തം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക 1213. ഇത് മൊത്തം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക 277. ഇത് മൊത്തം കൂട്ടിയിട്ടാകുമ്പോൾ 349 വരുന്നു. ഇനി ഈ എമൗണ്ട് 85. പിന്നെ ഈ രണ്ട് എമൗണ്ട് കൂട്ടുമ്പോൾ 390. അതുപോലെ തന്നെ ഈ എമൗണ്ട് മൊത്തം കൂട്ടുമ്പോൾ 112. 390, 85, 340, 277. ഈ ഇത്ര എമൗണ്ട് കൂട്ടുമ്പോൾ എത്ര വരണം? ഈ 1213. ഇങ്ങനെ കൂട്ടിയാലും സെയിം എമൗണ്ട് വരണം. അത് തന്നെയാണ് വരിക. അപ്പോൾ 1213. ഇനി എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് ഈ മോഹിത്തിന് കിട്ടിയ 2000 രൂപയാണ് ആ മാസം തുടങ്ങുമ്പോൾ. എത്രയാണ് ഇപ്പോൾ ആ ഒരു മാസത്തിൽ 5-ാമത്തെ മാസത്തിൽ എത്രയാണ് പെറ്റി ക്യാഷ് പേയ്മെന്റ് ആയത്? 1213 രൂപയാണ് ആയത്. ബാക്കി എമൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബാലൻസ് ചെയ്യുന്നത് ഇപ്പം നമ്മളെല്ലാം കൂട്ടി വെച്ചു. ഇനി ബാലൻസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വര വരച്ചു. ഇവിടെ ഇത്ര ആണ് നമ്മൾ വര വരക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വര നേരത്തെ ഇല്ല, ഇപ്പോൾ വര വരച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഈ കോളങ്ങളൊന്നും നോക്കണ്ട. ഇനി നമ്മുടെ ടോട്ടൽ എമൗണ്ട് കോളം, എമൗണ്ട് റിസീവ്ഡിൻ്റെതും അതേപോലെ എമൗണ്ട് പെയ്ഡിൻ്റെയുമാണ് നമ്മൾ നോക്കേണ്ടത്. ഏതാ നോക്കുന്നത്? എമൗണ്ട് പെയ്ഡിൻ്റെതും എമൗണ്ട് റിസീവ്ഡിൻ്റെയും. ഇവിടെ നിങ്ങളിങ്ങനെ വര വരച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു വര വരക്കുക, 2 വര താഴെ വരക്കുക, ഇവിടെ ഒരു വര വരക്കുക, 2 ബാലൻസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത് ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് ഈ കോളത്തിൽ എമൗണ്ട് പെയ്ഡിൽ 1213, എമൗണ്ട് റിസീവ്ഡിൽ 2000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഏതാണ് വലുത്? 2000. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും ഏതാ കാണിക്കേണ്ടത്? 2000. 2 സ്ഥലത്തും 2000 കാണിച്ചു.
ഇവിടെ എത്രയുള്ളൂ 1213. അപ്പോൾ എത്ര ബാലൻസ് വരും? 2213 പോയാൽ 787. അപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ അവരുടെ കയ്യിൽ 787 രൂപ മോഹിത്തിന്റെ കയ്യിൽ വീണ്ടും ബാലൻസ് ഉണ്ട്. കാരണം 2000 രൂപ ആദ്യം തന്നെ കിട്ടിയിരുന്നു സ്മോൾ പേയ്മെന്റ് കൊടുക്കാൻ, 1213 രൂപയെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി 787 രൂപ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ മാസം 787 ബാക്കിയുണ്ട്. ഇനി അടുത്ത മാസം ഏപ്രിൽ കഴിഞ്ഞ അടുത്ത മാസത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? 2000 രൂപ ഈ 787 രൂപ ഉണ്ടായത് കൊണ്ട് തന്നെ ബാക്കി എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 31 ഈ മാസത്തിൻ്റെ 31/5/2017 787 എന്ന് കാണിച്ചു. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിക്കാം. ഈ ബാലൻസ് നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിച്ചു വെക്കുക. ക്ലിയർ ആയല്ലോ? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിച്ചു വെക്കുക. എന്നിട്ട് ഇതേ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കും? എമൗണ്ട് റിസീവ്ഡിൽ കാണിക്കും. ഈ ബാലൻസ് ഇവിടെ കാണിക്കും. എന്നിട്ട് അതിൻ്റെ നേരെ അടുത്ത മാസം ജൂണിലേക്ക്, ഏപ്രിൽ മെയ് കഴിഞ്ഞു ജൂണിലേക്ക് വന്ന് 1/6/2017 ഇവിടെ 1/5 വന്നിട്ടില്ല. അതേപോലെ 1/6/2017 787 ബാലൻസ് ബ്രോ ഡൗൺ ഇവിടെ ക്യാരി ഡൗൺ ചെയ്ത് നേരെ ഇവിടത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യും. ഈ സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന് സെപ്പറേറ്റ് മാർക്കുണ്ട് ഈ ബാലൻസ് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം ഇവിടെ കൂട്ടി വെച്ചു. ഇവിടുത്തെ രണ്ട് എമൗണ്ടും ഈ എമൗണ്ടിൻ്റെ ടോട്ടലും ഈ എമൗണ്ടിൻ്റെ ടോട്ടലും കമ്പയർ ചെയ്തു. അപ്പോൾ ഇതാണ് കൂടുതൽ, അത് എഴുതി. എന്നിട്ട് ബാലൻസ് ചെയ്തു. എന്നിട്ട് അവിടെ 31/5/2017 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്തത് ഈ ബാലൻസ് അടുത്ത മാസത്തേക്ക് ബ്രോ ഡൗൺ ചെയ്തു. ഇവിടെ റിസീവ്ഡിൽ 787 1/6/2017 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി 2000 ആവണമെങ്കിൽ എത്ര പൈസ വേണം? ഇതേ പൈസ 1213 രൂപയാണ് വേണ്ടത്. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? അതേ ഡേറ്റിന് തന്നെ ക്യാഷ് റിസീവ്ഡ് പറഞ്ഞിട്ട് 1213 കാണിക്കും. 1213 ഇവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ്. ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ എത്ര എമൗണ്ടായി? 2000 രൂപയായി. ഇനി ഇതേപോലെ ഓരോ വരുന്ന ഐറ്റംസ് ഇതിന് താഴെ നമ്മൾ ആദ്യം കാണിക്കും. എന്നിട്ട് ഇതേപോലെ എമൗണ്ട് ചെയ്യും, ഇതേപോലെ കാണിക്കും. എന്നിട്ട് അതൊക്കെ ചെയ്ത് ബാലൻസ് ചെയ്യും. പിന്നീട് എത്ര എമൗണ്ട് ബാലൻസ് ഉള്ളത് അത് അടുത്ത മാസം 7ാമത്തെ മാസത്തിലേക്ക് ജൂലൈയിലേക്ക് ബ്രോ ഡൗൺ ചെയ്യും. ഈ രീതിയിലാണ് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ വരയ്ക്കേണ്ടതും ചെയ്യേണ്ടതും ബാലൻസ് ചെയ്യേണ്ടതും. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ സാധാരണ പെറ്റി ക്യാഷ് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രി പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ്, അതായത് ആരുടെ ഭാഗത്ത് നിന്ന് മെയിൻ ക്യാഷറുടെ കൊടുക്കുന്നതാണ്, കിട്ടുന്നതായിരിക്കും ആ പെറ്റി ക്യാഷർക്കാണ്. അതുകൊണ്ട് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ്. പിന്നെ ഈ ഐറ്റംസ് ഒക്കെ എവിടെയാണ് വരുന്നത്? പെറ്റി ക്യാഷിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, കൺവെയൻസ്, റിഫ്രഷ്മെൻറ്റ്, സ്റ്റേഷനറി, മിസ്ലീനിയസ് അക്കൗണ്ട് ലെറ്റർ അതിൻ്റെയൊക്കെ ടോട്ടൽ എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ ടോട്ടൽ എമൗണ്ടാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ പെറ്റി ക്യാഷാണ് കൂടുന്നത്. മറ്റേ മെയിൻ ക്യാഷറെ ക്യാഷ് കുറയുന്നു, 2 ക്യാഷ്. അതുകൊണ്ടാണ് 2 ക്യാഷ് വരുന്നത്. ഇവിടെ പെറ്റി ക്യാഷ് 2000 രൂപ വന്നു. പിന്നെ അതിൽ നിന്ന് ഓരോ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്നറിയാം. ഓരോ എക്സ്പെൻസ് നമ്മൾ അതിൻ്റെ ഫുൾ എമൗണ്ടാണ് കാണിക്കുന്നത്. പോസ്റ്റേജ് ആൻഡ് ഓരോ ഹെഡിൻ്റെയും കാണിച്ചു. ടു പെറ്റി ക്യാഷ് അക്കൗണ്ട് ഇത് ടോട്ടൽ 1213 വരുന്നു. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത വർഷം ആദ്യം വീണ്ടും 2000 കിട്ടുന്നില്ല, ബാക്കി എത്ര 1213 കിട്ടുന്നുള്ളൂ. കാരണം നമുക്ക് അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് 1/6/2017 ആദ്യം ക്യാഷ് കിട്ടുന്നത് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ഇത്ര രൂപയാണ് കാണിക്കുന്നത്. ഈ രീതിയിലാണ് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്തത് പെറ്റി ക്യാഷ് ബുക്കാണ്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇനി അതെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, അവസാനം അതിൻ്റെ ജേണൽ എൻട്രി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നേരത്തെ ക്വസ്റ്റ്യൻ തരും. അത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നോട്ടിൽ ചെയ്യുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്യുക. ഈ ക്ലാസ് നടക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്യുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. ഇത് പരീക്ഷയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി കഴിയുന്നു. അപ്പോൾ പുതിയ വിഷയവുമായി അടുത്ത സബ്സിഡറി ബുക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക്